കുടുംബം കലക്കി പാച്ചർ വാഴമുട്ടൻ ബിനു അമറൽ ശുശ്രൂഷയുമായി നാളെ തിരുവനന്തപുരത്ത് സ്ത്രീകൾ ജാഗ്രതയിൽ. പ്രേക്ഷകർക്ക് വാഴമുട്ടൻ ബിനുവിനെ ഓർമ്മയില്ലേ? എരുമയമർന്നതുപോലെ കിടന്ന് അലറിപ്പൊളിക്കുന്ന ഒരു കള്ളപ്പാച്ചർ. ഇവന്റെ അമറൽ സഹിക്കവയ്യാഞ്ഞ് നാട്ടുകാർക്ക് കിടക്കപ്പുറതിയില്ലാതായതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ സന്തോഷ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ഇവന്റെ പൈശാചിക കേന്ദ്രം ഹൈക്കോടതി ഇടപെട്ട് പൂട്ടിച്ച വാർത്ത ഞങ്ങൾ നേരത്തെ കൊടുത്തിരുന്നു. അന്ത്യക്രിസ്തുവിനെ കാണണമെങ്കിൽ വേറെ എങ്ങും പോകണ്ട, ഇവന്റെ അമറൽ ശുശ്രൂഷ കണ്ടാൽ മതി. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ അമർച്ച കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. ഇത് ഇവൻ എഴുതി പഠിച്ചു പറയുന്ന മറുഭാഷയാണ്. എപ്പോഴും ഇതെടുത്തിട്ടാണ് ഇവൻ അലക്കുന്നത്. ഡബിനു, നാളെയെങ്കിലും പുതിയ ഒരെണ്ണം ഇറക്കണം കേട്ടോ. നിരവധി സ്ത്രീകളെ വഞ്ചിച്ച, നിരവധി കുടുംബം തകർത്ത, സിനുരാജൻ എന്ന ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് നയിച്ച, നിരവധി നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയ, സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് അവരെ ഉപദ്രവിച്ച് അവർ വിവാഹമോചനത്തിന് പോയ ഈ ആഭാസൻ പാച്ചർ പത്തനംതിട്ടക്കാരെ കബളിപ്പിച്ചത് പോരാഞ്ഞ് നാളെ 23-ാം തീയതി തിരുവനന്തപുരത്തെത്തുകയാണ്. ബൈബിളും കയ്യിലേന്തി വയറ്റിപ്പിഴപ്പിനായി. ഇവന്റെ പൈശാചിക കേന്ദ്രത്തിൽ ഇവന്റെ ചവിട്ടുനാടകം കാണുവാനെത്തിയിരുന്ന ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന ഒരു യുവതിയുടെ വീട്ടിൽ പാതിരാത്രി 12 മണിക്ക് കയറിയപ്പോൾ ഇവനെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് നാട്ടുകാർ അടികൊടുത്ത് പോലീസിൽ ഏൽപ്പിക്കുന്ന വാർത്ത ഞങ്ങൾ നേരത്തെ കൊടുത്തിരുന്നു. വണ്ടിക്ക് നമ്പരില്ലാതെ വന്നേക്കുന്നത്. ചിരിക്കുന്നതാണ് അവൻ, ചിരിക്കുന്നത്. നമ്പർ എടുക്കടാ, വീഡിയോ എടുക്കും. അവനെ ഒന്നും ചെയ്യാത്തവനെ പിന്നെ എന്തിനാ ജീപ്പേക്ക് ബിനു വാഴമുട്ടം. ഇവനാ ബിനു വാഴമുട്ടം. 2 മാസം തോൽപ്പിക്കാൻ വന്നേക്കുന്നു. ബിനു വാഴമുട്ടം പെണ്ണ് പിടിക്കാൻ നടക്കുന്നതാ. പാതിരാത്രി പെണ്ണ് പിടിക്കാൻ നടക്കുന്നതാ. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. ശേഷം കൊണ്ട് ആ വണ്ടി നമ്മൾ കസ്റ്റഡിയിലുണ്ട്. പിന്നെ ഡിക്കി പൊക്കിയിട്ട് അതിന്റെ എഞ്ചിൻ നമ്പറോടെ പഠിക്കുന്ന പെൺകുട്ടികളും ദുരിതമുള്ള വീടുകളിലെ സ്ത്രീകളുമാണ് ഇവന്റെ ഇര. ഇവന്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്ന സാധു കുടുംബങ്ങളിലെ പെൺകുട്ടികളെ കുറച്ചു ദിവസം അവിടെ നിർത്തിയിട്ട് പോകുവാൻ ഇവൻ മാതാപിതാക്കളോട് ആവശ്യപ്പെടും. അവരുടെ ഹൃദയരഹസ്യങ്ങൾ മനസ്സിലാക്കി ആ പെൺകുട്ടികളെ ഇവൻ ചൂഷണം ചെയ്യുമെന്ന് ഇവന്റെ വലങ്കൈയായി നിന്ന ഷിബു എന്ന പാസ്റ്റർ ഞങ്ങളോട് വെളിപ്പെടുത്തിയത് ITV ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. ചെറിയ ചെറിയ കുട്ടിത്തരങ്ങളുടെ പേരിൽ അകാരണമായി ഭയപ്പെട്ട മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിക്കുമ്പോൾ ആ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ചൂഷണം ചെയ്തവരുടെ ജീവിതത്തിലെ വിലപ്പെട്ടതൊക്കെ കവർന്നെടുത്തിട്ട് അവർക്ക് മിഠായിയും ഐപ്പില്ലും വരെ വാങ്ങിക്കൊടുത്ത് വിട്ട വോയിസ് ശബ്ദങ്ങൾ കുഞ്ഞുങ്ങൾ കരച്ചിലൂടെ പറയുന്നത് കേൾക്കുവാനിടയായി തീർന്നു. ഇതുപോലെ ഇവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ വരുന്ന നിരവധി ആളുകളുടെ രോഗവിവരങ്ങളും രഹസ്യങ്ങളും ഇവൻ ആളാകുവാൻ ലൈവിലൂടെ വിളിച്ചു പറഞ്ഞ് പലരുടെയും കുടുംബം തകർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു കഞ്ചാവ് കച്ചവടക്കാരൻ്റെ ഭാര്യ വന്ന് ഇവനോട് രഹസ്യത്തിൽ ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞു, പ്രാർത്ഥിക്കണമെന്നും. ഇവനത് ലൈവായി കൊടുത്തത് കാണുക. നിന്റെ കുടുംബത്തിലൊരു ദൈവശക്തി ഇറങ്ങി വരാൻ പോവാ. സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്.
ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഇന്ന് രാവിലെ വെളിപ്പെട്ടു വരാൻ പോവാ. അർമ്മമനഘടക ശബ്ദരാധന അടകനഘടക ശൈഡനാഥന അമ്പലേ ഹടകത്തുരാധന വേദകനഘടക ശൈഡമാനക. ദേശത്ത് അപമാനിക്കപ്പെടുന്നത് പോലെ തല താഴ്ത്തിയവളാ നീ. കർത്താവിനോട് ഒരു കാര്യം കൂടെ പറയുക, ഇന്ന് നിന്റെ ദേശത്ത് അപമാനമായിട്ട് ഒരു പേര് നിന്റെ കുടുംബത്തിനെതിരെ ഉണ്ട്. ദൈവം ആ പേര് മാറ്റാൻ പോവാ. നിന്റെ കുഞ്ഞുങ്ങളുടെ ദേശത്ത് തല ഉയർത്തി നടക്കുന്നത് പോലെ ഒരു ദൈവപ്രവർത്തി നിന്റെ കുടുംബത്തിന്മേൽ ഉണ്ടാകാൻ പോവാ. ഒന്ന് കൈയടിച്ചൊരു സ്വത്രം പറ മോളെ. നിന്നോട് ഞാൻ പ്രവചനം പറയുക, സുപ്രീം കോടതി ഇപ്പോൾ ഒരു കേസുണ്ടല്ലോ. ഉണ്ട്, നാളെയാ വരുന്നേ. ഒന്ന് കൈയടിച്ച് സ്വത്രം പറഞ്ഞോ. ആ സുപ്രീം കോടതിയിലെ വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. നീ ഈ സ്റ്റേജിൽ കയറി എന്ന് പറയും, യേശു എനിക്ക് അത്ഭുതം ചെയ്തെന്ന്. വേദമനഘടക ശതനഘടക യേശുവെ എന്ന് വിളിക്കാവുന്നവര്. മോളെ, നിന്റെ ഭർത്താവിന് ഒരു കച്ചവടമുണ്ട്, ആ കച്ചവടം നടത്തണം. നീ പറഞ്ഞു നിർത്തിക്കോ? പറയാറുണ്ട്. പറഞ്ഞു നോക്കാം. ഇന്ന് എന്നാലും ഒന്ന് നിർത്തും. ഇനി കച്ചവടം വേണ്ട. കച്ചവടം എന്തുവാന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. അറിയത്തില്ലയോ? അറിയാം. കച്ചവടം എന്തുവാന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. അറിയത്തില്ലയോ? അറിയാം. അത് വേണ്ട. നമ്മൾ കർത്താവിനോട് പറയുക. കഞ്ചാവിന്റെ കച്ചവടം വേണ്ടെന്ന് പറയുക. കൈയടിച്ചൊരു സ്വോത്രം പറഞ്ഞോ. കഞ്ചാവിന്റെ കച്ചവടം വേണ്ടെന്ന് പറയുക. കൈയടിച്ചൊരു സ്വോത്രം പറഞ്ഞോ. ഇതിനുശേഷം അയാൾ അകത്തായി എന്നാണ് വിവരം. എല്ലാത്തരം രോഗശാന്തി വിവരങ്ങളും നൽകുന്ന ഇവന്റെ അവസ്ഥ എന്താണെന്ന് കൂടെ നിന്ന പാസ്റ്റർ ഷിബു പറയുന്നത് കേൾക്കുക. ഇദ്ദേഹം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ, ലിംഗത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഓൺലൈനിൽ മരുന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ ഡയബറ്റിക്കാണ്. ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ പോയി ക്യൂ നിൽക്കാതെ നാണക്കേടാണ്. ഡയബറ്റിക്കാണ്, നല്ല ഡയബറ്റിക്കാണ്. തുടരേതാ വെള്ളം കുടിക്കുന്നത് എന്ന് വൈഫ് പറയുന്ന ശബ്ദം, എപ്പോഴും വെള്ളം കുടിക്കും. അപ്പോൾ അതിൻ്റെ ശബ്ദത്തിലൂടെ അവർ പറയുന്നത്, വൈഫ് സംബന്ധിച്ച് അവർ പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യതയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഡയബറ്റിക്കോ അദ്ദേഹം മരുന്ന് വാങ്ങുന്നതോ അദ്ദേഹത്തിൻ്റെ ലിംഗത്തിൻ്റെ വലിപ്പം അദ്ദേഹത്തിന് തന്നെ പോരാ എന്ന് തോന്നുന്നതോ ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇവനാണ് അത്ഭുത രോഗശാന്തി നൽകുന്ന ദ്രവ്യദാസൻ. എരുമ വളർത്തൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ബിനുവിൻ്റെ അപ്പൻ വിഷമടിച്ചിരുന്നു. പിന്നീട് ബിനു എരുമ വളർത്തൽ ഉപേക്ഷിച്ച് വചനകൃഷി തുടങ്ങിയതോടെ ബിനു പച്ച പിടിച്ചു. ഭർത്താക്കന്മാർ വിദേശത്തായ സ്ത്രീകളാണ് ഇവൻ്റെ ഇരകൾ. ഇവരാണ് ഇവൻ്റെ പണത്തിൻ്റെ ഉറവിടം. പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ഹൈന്ദവരാണ് ഇപ്പോൾ ഇവൻ്റെ പൈശാചിക കൂട്ടായ്മയിലേക്ക് കൂടുതൽ കടന്നു വരുന്നത്. ഇവൻ പെന്തക്കോസ്താണ് എന്ന് തെറ്റിദ്ധരിച്ച് കുറച്ച് പെന്തക്കോസ്ത് വിശ്വാസികളും ഇവൻ്റെ പൈശാചിക കൂട്ടായ്മയിൽ പെട്ടുപോയിട്ടുണ്ട്. എന്നാൽ ഇവന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഇവനുള്ളത് ഇവൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഉടായ്പ കൂട്ടായ്മയാണ്. തലസ്ഥാനത്തുള്ള ഹൈന്ദവരെ മതം മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് നാളെ ഇവൻ തമ്പാനൂരിൽ പരിപാടി വെച്ചിരിക്കുന്നത്. ഈ കുടുംബം കലക്കിയുടെ പരിപാടിയിൽ പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകൾ സൂക്ഷിക്കുക. ഇവൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ ഇവൻ്റെ ഭാര്യ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. ഇതൊക്കെ കേട്ടാലും ഇവൻ്റെ പുറകെ പോകുന്ന കുറേ വട്ടുപിടിച്ച ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരം പൈശാചികന്മാർ ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. തമാശ ഒന്നുമല്ല. ബിനു ഈ വാർത്തയെ മറികടക്കുവാൻ പോകുന്നത് ഇത് ദൈവവചനത്തിനെതിരെ സാത്താൻ്റെ പരീക്ഷണമാണ്. ദൈവമക്കൾ ഇതിൽ വീടരുത്. നമുക്ക് കഴുകനെ പോലെ ചിറകടിച്ചുയരണം. ഒന്ന് ഉറക്കെ 2 സ്വോത്രങ്ങൾ കീച്ചിക്ക് എന്ന് പറയുമ്പോൾ അടിമകൾ കുരവള്ളി പൊട്ടുമാറ് കൈകൾ ഉയർത്തി വിളിച്ചു പറയും, ഹല്ലേലൂയ, സൂത്രം സൂത്രമെന്ന്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.